പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതു കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കൊശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ഉച്ചിമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടി സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാരുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, കർത്താവരെ ആശ്രയിക്കും. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങൾക്ക് പല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താമസിച്ചു പോകുന്ന കാരണം കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരും കുരുങ്ങിക്കിടക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ
താഴ്ന്ന ജോലി ചെയ്യുന്ന 2 മനുഷ്യരെ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വലിയ വ്യക്തികളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നാമാനുണ്ട്. നാമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർത്താവ് റെഫർ ചെയ്ത ഒരു വ്യക്തിയാണ് അങ്ങനെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. അപ്പോൾ ഇസ്രയേലുമായ യുദ്ധത്തിൽ ഈ രണശൂരനായ ഒരു മനുഷ്യൻ ഇസ്രയേലിനെ തോൽപ്പിച്ചു. പട്ടാളക്കാരൻ എന്ത് ചെയ്ത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പിടിച്ചിട്ട് പോകും. അതുകൊണ്ട് ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ പരിചാരികയായിട്ട് നിർത്തി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നാമാന് ഇത്രയും വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ച മനുഷ്യന് കുഷ്ഠരോഗം വന്നു. അപ്പോൾ ഇയാളെ ചുരുങ്ങി കഴിഞ്ഞപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഭയങ്കര സങ്കടമായി. ഈ രാജകൊട്ടാരത്തിൽ രാജാവിന് സങ്കടം, നാമാൻ്റെ വീട്ടിലും സങ്കടം. അപ്പോഴുണ്ട് ഈ പരിചാരികയായിട്ട് വന്ന ഇസ്രയേലിലെ പെൺകുട്ടി, അവള് അവിടെ ചെന്നിട്ട് അവരുടെ മതത്തിൽ ചേർന്നില്ല. അതാണ് രസം. ഇപ്പം ഇത്തിരി പൈസ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഗൾഫിലൊക്കെ വന്ന് ചെറിയ ആൾക്കാരൊക്കെ അറബികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചെറിയ ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോകണില്ലേ. ഇവിടെ അങ്ങനെയില്ല. അവൾ എപ്പോഴും ഓർത്തേക്കാം നമ്മൾ. കാര്യം നമ്മുടെ സ്വത്തിനേക്കാൾ, മനുഷ്യൻ്റെ സ്വത്തിനേക്കാൾ ബൈബിൾ എന്താ പറയണത്? സ്വത്ത് ഒന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ല. കൊണ്ടുപോകണത് എന്താണ്? നീ വിശ്വസിച്ച ദൈവത്തിന് മാത്രമേ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് ഇവളെ പറഞ്ഞു, യജമാനെ സുഖപ്പെടുത്താൻ വഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സമറിയായാലും ഒരു പ്രവാചകനുണ്ട്. നീ അവിടെ ചെന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു, യജമാനൻ സുഖപ്പെടുമെന്ന് പറയും. അപ്പോൾ അവളുടെ പറച്ചിൽ കേട്ടപ്പോഴേ അത് വിശ്വസിക്കുന്നവരെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോട് യുദ്ധത്തിലിരിക്കുകയല്ലേ, യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തോറ്റിരിക്കുകയാണല്ല. അപ്പം പിന്നെ അവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവർ പോവുക. പക്ഷെ നാമാന് തോന്നി എന്തോ കാര്യം അതിൻ്റെ അകത്തുണ്ടെന്ന്. കാര്യം അത് പറഞ്ഞ പറച്ചിലാണ് നാമാൻ വീണിരിക്കണത്. അവളപ്പം നല്ല സ്ട്രോങ് ഫെയ്ത്തുള്ള ആളാണ്. വീട്ടുവേലക്കാരിയാണെന്നൊരു കാര്യമില്ല. അവർക്കൊക്കെ ഒരു പ്രേക്ഷിത ജോലി ഉണ്ട്. ഇക്കാലങ്ങളിൽ എന്തുമാത്രം മനുഷ്യരാണ് രാജ്യവ്യാപകമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ കെയർ സെൻ്ററിൽ പോണത് ജോലി ചെയ്യാൻ. ഈ കെയർ സെൻ്ററിൽ പോണവരൊക്കെ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നൽകിയ അവസരമാണത്. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു സുവിശേഷ മൂല്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണിത് പറയണത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമൻ അങ്ങനെ രാജാവിൻ്റെ കത്തും വാങ്ങിച്ചു. അപ്പോൾ രാജാവ് ആ മനുഷ്യനെ എന്തുമാ സ്നേഹിക്കുന്നു, കത്ത് കൊടുത്ത് വിട്ട്. ഇസ്രായേൽ രാജാവിന് മനസ്സിലായില്ലേ. അയാൾ പറഞ്ഞു, ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ, നാമാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെന്ത് എന്നോട് യുദ്ധത്തിന് വരികയാണോ? ഈ സൈന്യാധിപനാണല്ലോ കൊടുത്തിരിക്കണ കത്ത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴുത്തെ കയറാൻ വരികയാണെന്നാണ് വിചാരിച്ചത്. അയാൾ വസ്ത്രം വലിച്ച് കയറി ദേഷ്യം കൊണ്ട്. അപ്പോൾ എലീഷ കേട്ടപ്പോൾ, നീ എന്ത് വസ്ത്രം കയറി? രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ പത്രിക അറിയാൻ പാടില്ലാതായി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തു. അവരുടെ വസ്ത്രം കയറണം അവർക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചെയ്തു. എലീഷ പറഞ്ഞു, അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. വന്നപ്പോൾ എന്ത് പറഞ്ഞ് ജോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പം അയാൾക്ക് പറഞ്ഞു, എന്താ കാര്യം? ഇവിടെ ഫാർഫാറും ആബോനായും സിറിയയിലെ നല്ല കണ്ണീര് പോലെ കിടക്കണ ജലമാണ്. അവിടെ കുളിക്കണത് വരെ ഞാനും ജോർദാനിൽ പോയി കുളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അത് ഇത്തിരി കഠിനമുള്ള വെള്ളമാണ്, ഗാഢമായ വെള്ളമാണ്. വെള്ളക്കുറവുള്ള വെള്ളപ്പറ്റുള്ള കാരണം ഗാഢമായ വെള്ളമാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജോർദാനിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഴ്സ് കുറവായത് കാരണം. നാമാൻ പറഞ്ഞു, ഇതെന്താണ് മനുഷ്യനെ വിഡ്ഢിയാക്കണം? എനിക്ക് ഫാർഫാർ നദി നല്ലതല്ലേ, അല്ലെ അബോന അവിടെ പോയി കുളിച്ചാൽ മതിയില്ല. അപ്പോൾ കുതിരക്കാർ, അവിടെ രസമുണ്ട്. ദൈവം കുതിരക്കാരുടെ സുവിശേഷമാണ് അവിടെ വിറ്റ്. ഒരു കുതിരക്കാർ ഇവനെ കൗൺസിൽ ചെയ്യും. നാമാന സൈന്യാധിപനാണെന്നൊരു കാര്യമില്ല. കർത്താവ് അവരെ കുതിരക്കാരെ വെച്ച് മറിക്കണം കണ്ടിട്ടില്ലേ? കുതിരക്കാരൻ പറയും, യജമാനെ ഇതിനൊക്കെ വലിയ കാര്യമാണ്, ഈ കാര്യത്തിനോട് ചെയ്യേണ്ടി വന്ന് അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ? ഇത് നിസ്സാര കാര്യമല്ലേ ചെയ്താൽ പോരെ? അപ്പം അയാൾക്ക് ബോധം വന്നു. ഇവരുടെ കൗൺസിലിംഗ്, കുതിരക്കാരുടെ കൗൺസിലിംഗ് ഭയങ്കര രസമാണ്. എന്നാൽ അവരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ പോയി കുളിച്ചു. അയാളുടെ ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ അയാൾ മാറിയത്. അപ്പം നമ്മളെന്ത് വിഷയം വെച്ചാൽ, എല്ലായിടത്തും വളരെ അഗണ്യരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയവരാണ്,
ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ദൈവവേല പറഞ്ഞിട്ടില്ലെന്നല്ല, നിങ്ങൾക്കാണ് കൂടി ദൈവവേല പറഞ്ഞിരിക്കണത്. ഏതവസ്ഥയിലായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. അത് സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതൊരു ബിഷപ്പിന് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇത് സാധാരണ മനുഷ്യരെ കൊണ്ടും ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തിരിക്കുന്നത് കാര്യം. ആ ഇസ്രായേലിൻ്റെ പരിചാരികയും നാമാന്റെ പരിചാരികയും കുതിരക്കാരനുമാണ് കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഉപകരണമായത്. ദൈവവേദലെ നിന്റെ അവസ്ഥ ലളിതമാണെങ്കിൽ എളിയതാണെങ്കിലും അതിനൊരു ദൈവദൗത്യം ഉണ്ടെന്ന് മറന്നു പോകരുത്. ക്രിസ്തു മാറ്റിയത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി മരണമില്ല. വചനം അവസാനിക്കുന്നത്, വെളിപാട് അവസാനിക്കുന്നത് എന്താണ്? ഇനി മരണമില്ല. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നു പോകുന്ന, ഇനി ദുഃഖം ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് ആൾക്കാർ മരിക്കുന്നുണ്ടാന്ന്? ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈശോ എന്താ പറയണത്? നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കണത്? നമ്മളൊരു അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കണത്. അവബോധത്തിലാണ് അറിവിലാണ് ആനന്ദം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീയേറ്റ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം ക്രിസ്തു വന്നോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത്. എന്താ കാര്യം? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഇപ്പം നിങ്ങളൊരു പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിന് അച്ഛനെയും കുർബാന കൂടിയ കപ്പേരനും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ KCP കിടപ്പുണ്ട് കോടതി. കുർബാന ചെല്ലിയതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേരളമാണിത്. ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെയും കപ്പേരും കുർബാന ചെല്ലിയതിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അടഞ്ഞിരുന്ന പള്ളി തുറന്ന് അകത്ത് കയറി അറസ്റ്റ് ചെയ്തു. കേസായി. മാസ്ക് വെക്കാത്ത പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുഖത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലേ? ഉറപ്പല്ലേ? എത്ര പേര് അടികൊണ്ടുണ്ട്, കേസുമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്തിനാ പേടിയാണ്? കോവിഡ് പടരുമോ, ആൾക്കാർ മരിക്കുമോ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്കൂരി ആൾക്കാർ ദൂരെ കളഞ്ഞത്? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ്, അല്ലേ? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. പോളാ പുല്ല എന്ന് പറഞ്ഞ് മാസ്ക് വേണ്ട, ഒന്നും വേണ്ട. എന്താ കാര്യം? സന്തോഷമായി. അതന്നെ ക്രിസ്തു ചെയ്തത്. പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. എന്താണ്? തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിരുസന്നിധിയിൽ പ്രസാദത്തിനുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത്. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി. ഇനി മരണമില്ല. അത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത്. അല്ല പശുവിനെ നമ്മൾ എന്തിനു സ്നേഹിക്കുന്നു? പശു എനിക്ക് പാല് തരുന്നു, ക്രിസ്തു എനിക്ക് IELTS തരുന്നു. കണ്ട, പല ആൾക്കാരുടെ ഉള്ളിൽ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളൂ. ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പശു എനിക്ക് പാല് തരുന്നു. പിന്നെന്താ? പശു എനിക്ക് ചാണകം തരുന്നു. ചാണകം എനിക്കിന് തക്കാളിക്കിടാം, അല്ലേ? അപ്പോൾ വളം തരുന്നു. അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു എന്നെ ജപ്റ്റിനോട് മാറ്റുന്നു. ക്രിസ്തു എനിക്ക് ജോലി തരുന്നു. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പശു എനിക്ക് ചാണകം തരുന്നു, പശു എനിക്ക് പാല് തരുന്നു, ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ നിലവാരവും ആരാധന നിലവാരവും മൃഗസമാനമാണ്. പശു സമാനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അതുപോലെ ആധ്യാത്മികത അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ്? അവൻ നിത്യതയോളം വളരണം. പണ്ട് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകമില്ലേ? എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ. വലിയ മകൾക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കുന്നതുകൊണ്ട്. DPEPക്കാരല്ലേ? വലിയ മകൾക്കറിയാം. പഴയ പാഠപുസ്തകമുണ്ട്. എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ. അമ്മണി വന്നു, കമ്മൽ തന്നു, അല്ലേ? അതന്നെ. അപ്പോൾ അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു. എന്താ കാര്യം? ഞാൻ അച്ഛനോളം വലുതാകണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് 1ാം പാഠം. അധ്യാത്മിക 1ാം പാഠവും ബൈബിളിൻ്റെ 1ാം പാഠവും അത് തന്നെയാണ്. എന്താണ്? ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രക്തവും തരുന്നു. എന്താ കാര്യം? ഞാൻ നിത്യതയോളവും വലുതാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്ത് നീ ഉടമ്പടി എടുക്കുന്നു? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, മക്കളുണ്ടാകാനെന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക്. അതിൻ്റെ അകത്ത് എൻഡിട്ടി
ഇത് പറക്കത്തില്ല, പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത്. എന്താ കാര്യം? താറാവ് അധികം പറക്കത്തില്ലല്ലോ, ഇല്ലേ? പക്ഷെ കഴുകനാണെങ്കിൽ പറക്കും. അപ്പോൾ നീ ഒരു ഈഗിൾ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നങ്ങ് നിൽക്കും. എന്താ കാര്യം? എന്താ? നിത്യത. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിത്യതയാണ്. നീ ഇവിടുത്തെ ജോലി, വീട്, വിവാഹം, IELTS, PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമി നിസാനം പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ എപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വപ്നം അതാണ്. പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ്. അതാ നിത്യതയോളം വളരാൻ ഉദ്ദേശിക്കണില്ല. എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആന്തരിക ചോദന എന്താ? ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ്. ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അതൃപ്തിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എല്ലാം ശാസ്ത്രം ഇവിടെ നിന്ന് വന്നതാണ്, അതൃപ്തിയിൽ നിന്ന് വന്നതാണ്. ഇതല്ല ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ്. ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം വീണ്ടും നമ്മളെ വീണ്ടും അടിമയാക്കും. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ AC ഇല്ലാത്ത വീടാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച പെരുന്നാളിന് മേടിച്ചൊരു ബെസറിയുണ്ട്, അല്ലേ? അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻപുറത്തൊക്കെ ഈ ജനുവരി മാസം, മാർച്ച് മാസത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഈ ബെസറി കൊണ്ട് വീശി രാത്രി നല്ല വേർപ്പായിരിക്കുമേ. അപ്പോൾ അവിടെ വീശി എന്ത് ചെയ്യും? വീശി വേർത്ത് ഉറങ്ങിപ്പോവും. അതേ ഉള്ളൂ. കറണ്ടില്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. ബെസറിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റണില്ല. ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിനെ മുഴുവൻ പുകയുടെയും കരിയും ചിലന്തി വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ AC വെച്ചു. AC കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ AC തന്നെ റിപ്രക്കഷൻസും റെസിപ്രേഷനും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈശോ പറഞ്ഞല്ലേ, വിശറി പിടിക്കണവന് പിന്നെയും ദാഹിക്കും, അവന് ഫാൻ വേണം, ഫാനുള്ളവന് പിന്നെയും ദാഹിക്കും, അവന് AC വേണം. ഈ വെള്ളം കുടിക്കണവന് ഇനി ഹല്ലേലൂയ. യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡിയെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് പറയുന്നത് ബൈബിള്. യോഹന്നാൻ 2:17 എടുത്തേ. 2:17 ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് പ്രശ്നം. വരും ഈ മോഹങ്ങൾക്കെല്ലാം നമ്മൾ പുതിയ സ്ഥാനം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയണത്? അതും മാറ്റിപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടേണ്ടി വരും എന്നർത്ഥം. ഒരാൾക്കാരും അവിടെ അഭിമാനം, അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. എങ്ങനെയാണ്? ബ്രാൻഡ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ്. കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബ്രാൻഡിനൊപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇതൊരു തിരിച്ചറിവിൻ്റെ വിഷയമാണ്. നമ്മളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്, അതാണ് ഈശോ പറഞ്ഞത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റതെന്ന് 7 യോഹന്നാൻ 7:37 ശ്രുതികട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ അവസാനത്തെ മഹാദിനത്തിൽ
യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ജീവജലത്തിന്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ജഡികമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ്. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? അവൻ അന്ത്യവിധിയാളൻ ആരാണ്? അവനല്ലേ. അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ല, ഫുൾ ബെഞ്ചാണത്. അവനൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ്. എന്താണ്? ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ എന്ന് പറഞ്ഞേ, തിരുനാളിന്റെ ഒന്നാം ഘട്ടം തന്നെ ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പഠന പാടുകണ്ടല്ലേ, തിരുനാളിന്റെ രണ്ടാമത്തത് എന്താ? മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇത്രയും എംഫാറ്റിക് ആയിട്ട് ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിന്റെ 11 ദിവസങ്ങളിൽ 11ാമത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണ് ക്ലൈമാക്സ്. തിരുനാളിന്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവൻ എന്ത് ചെയ്ത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. താത്തി പറയാൻ സാധാരണ സ്ഥലത്തല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാറുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. 7:39 അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാ? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആർക്കാണ് ജാതി മാറേണ്ടത്? ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചതുകൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിൻ്റെ പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് സ്നാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവെന്താണ്? അനുഭവം എന്ന് പറയുന്നത്. അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട ഹല്ലേലൂയ. അതിൻ്റെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ സ്വീകരിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്. ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകൾ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ കാറെ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ കുടുംബപ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിസ് ഇസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പറയാൻ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു.
പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. നിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും മിലിറ്ററി ടാർഗറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോശൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഇവിടെ അവിടെ എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാരെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കണം ഉടമ്പടിയിലൂടെ. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ്, സങ്കടസീനാണ്. ജോലി പോയി, ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട്, കടക്കാർക്ക് പറ്റുകടി പീടികയിൽ ബില്ല് വരും, പല പല പ്രശ്നങ്ങളാണ്. ഇനി ഇടയ്ക്ക് വല്ല ജ്ഞാനസ്ഥാനം, കല്യാണം ഒക്കെ വന്നാൽ കടം മേടിക്കേണ്ടി വരും, മറ്റുള്ള മുമ്പ് ചോദിക്കേണ്ടി വരും, പല പ്രശ്നമാണ്. ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പനും മകനും തമ്മിൽ ഒരു കൂട്ടാണ്. എന്താ കാര്യം? ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി, വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത്. അങ്ങനെയുള്ള മക്കളുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട, എനിക്ക് ഞാൻ അകത്ത് മതിയെന്ന് എപ്പോഴും ദൈവത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പറയുന്നത് അപ്പനും മകനും കൂടി ഇളഞ്ഞിരുന്നുണ്ട്. ഈ കഥ പറയുകയാണ്, മകൻ എന്ത് ചെയ്യോടാ? ഇല്ല. അപ്പോൾ അപ്പം പറയും, നീ ഉടമ്പടി എടുക്കടാ, ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്, നീ ഉടമ്പടി എടുക്കടാ എന്ന് പറയും. കാര്യം ഉടമ്പടി കുഞ്ഞ് ഓടിക്കാളാണ്. നീ ഉടമ്പടി എടുക്കടാ എന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് ഇതും പറയുകയാണ്, അമ്മ ഞങ്ങളുടെ അടുത്ത് ഇരിക്കണ പോലെയൊക്കെ തോന്നി, വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ അപ്പനത് പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. എന്നിട്ട് ഇതും പറയണത്, അമ്മ ഞങ്ങളുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം അപ്പൻ പറയണത്, കേക്ക് മകനെ, അതാണ് ശരി, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, നീ ഇങ്ങനെയുള്ള ജീവിക്കേണ്ടവനല്ല, ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഇതാണ് സമയം. ഉടനെ മിഥുൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവടാന്ന് 3 കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ ഒരു കമ്പനി തട്ടിക്കളഞ്ഞ്. എന്താ കാര്യം? ആ കമ്പനിക്കാരൻ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും. 1000 പേര് വേണമെങ്കിൽ അവർ 2 പേരെ വേണമെങ്കിൽ അവർ 1000 പേരെ വിളിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോകണം തീരുമാനിച്ചു. ബാക്കി 2 കമ്പനി അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. 2 കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നല്ലതാണ്, പക്ഷേ ഉറപ്പില്ല. കാര്യം അവർ വിളിക്കണില്ല, അതാണ് സംഭവം. ഇനി അമ്മ ടൈം മാത്രമായത് കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ 3 കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം. ഒന്ന് 9 മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല. രണ്ടാമത്തത് 12 മണിക്ക്. ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാം. 2 9 മണിക്കാണെങ്കിൽ തെണ്ടിപ്പോയിനാം. ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അറിയണം. ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആധ്യാത്മിക ഒരു AI ആണ്. അതായത് പ്രോഗ്രാം ചെയ്യും. സമയഘടികാരം നെഞ്ചു ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും. ഒന്ന് 9 മണിക്ക്, ഒന്ന് 12 മണിക്ക്, ഒന്ന് 4:30 മണിക്ക്. ഇങ്ങനെയുണ്ട് പരിപാടി. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ? 3 കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി. അമ്മ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരണത്. അപ്പോൾ ഇവന് 1ാമത്തെ ഉടമ്പടിക്ക് 9 മണിക്ക് പോയി. 1ാമത്തെ ഇൻ്റർവ്യൂ 9 മണിക്ക് പോയി. അവരോട് സംസാരിച്ചു. അവർ ചുമ്മാ ബയോഡേറ്റ എവിടെയാണ് വർക്ക് ചെയ്തത്, അങ്ങനെ കുറച്ച് ക്യാഷ് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട്, നമ്മളെ ആവശ്യമില്ലെന്ന്. അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആളല്ല. ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക, എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേരെന്താ, എവിടുന്ന് വരുന്നത്, പണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവർ ആൾക്കാരെടുത്ത് 12-ാം മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റ്യനാണ്.
എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്? അവിടുന്ന് പോരാൻ കാര്യം എന്താ? എങ്ങനെ അവിടെ ജോലി നഷ്ടപ്പെട്ടത്? അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കും. ഇവൻ്റെ കലിബറോ ഇവൻ്റെ എക്സ്പീരിയൻസോ ഒന്നും ചോദിക്കണ്ട. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്, അതിലെ നിങ്ങൾ വിളിച്ചതെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ്. 3ാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല. കാര്യം എന്താണ്? അവിടെ ചെന്നാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാര്യം. ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി. ഇനി തീർന്നില്ല, ഇൻ്റർവ്യൂ തീർന്നില്ല. പക്ഷെ 4 മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് 3ാമത്തെ കമ്പനിയിൽ നിന്ന് അവനെ വിളിച്ചു. കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത്, അമ്മ ഒരു വൺ വേ ഓർ അതർ മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ. അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴവില്ല് വീശിയടിച്ചെന്ന് പറയും. ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ? അത് അമ്മയെ കയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ല്. അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ല് നോക്കി. അത് മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു. 4 മണിയായപ്പോൾ 3ാമത്തെ സ്ഥലത്ത് തന്നെ വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ്, മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഓടിയെത്തുമ്പോൾ 4:30 മണിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും, സ്ഥലമില്ല, നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിയായപ്പോൾ ഇവന് ഒരിടത്തും എത്തിയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ്, കുഴപ്പമില്ല, നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. 5 മണിക്കാണ് അവിടെ എത്തണത്. 5 മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു. വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ നേരം നിന്ന് വിടുമ്പോഴും പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി. അതെന്താ പ്രശ്നം? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ ഉടമ്പടി ഇവൻ ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ്. അവരെടുക്കാനുള്ള ആളെ എടുത്തായിരുന്നു. ആ കമ്പനി 3ാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ്. ഇവൻ എടുക്കേണ്ട കാര്യമില്ല. മാതാവ് അവൻ്റെ ആ മുറി കയറിയിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു, എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു. ക്ലർക്ക് പറഞ്ഞു, നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന്. കമ്പനി വെയിറ്റ് ചെയ്തതല്ല, കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ്.